അതിവേഗം ബഹുദൂരമെന്ന ഇടതുപക്ഷത്തിന്റെ വികസന വാക്ക് മുന്നോട്ടുള്ള ഭാവി പ്രവർത്തനങ്ങളിൽ പ്രായോഗികമാക്കുകയാണ് UDF. മിഷൻ 2026 ജനുവരിയിൽ രൂപം നൽകുന്നതോടെ ജനുവരിയിൽ തന്നെ സീറ്റ് വിഭജനം പൂർത്തീകരിച്ച് ഫെബ്രുവരിയോടെ പ്രകടന പത്രിക പുറത്തിറക്കാമെന്നാണ് കരുതുന്നത്. PV അൻവറിനെയും CK ജാനുവിനെയും അസോസിയേറ്റ് അംഗങ്ങൾ ആക്കാൻ UDF യോഗത്തിൽ ഇന്നലെ തീരുമാനമായിരുന്നു. ഇതിന് പിന്നാലെ UDFൽ ചേരാൻ വിഷ്ണുപുരം ചന്ദ്രശേഖർ താൽപര്യപ്പെടുന്നു എന്ന വാർത്തകളും പുറത്തുവന്നു. എന്നാൽ ഈ വാർത്ത മാധ്യമങ്ങളിലൂടെയാണ് താൻ അറിഞ്ഞതെന്നായിരുന്നു വിഷ്ണുപുരത്തിന്റെ വെളിപ്പെടുത്തൽ. UDFൽ ഉൾപ്പെടുത്താനായി നീക്കം നടത്തിയിട്ടില്ലെന്ന കേരള കോൺഗ്രസ് അധ്യക്ഷൻ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ അവകാശവാദം തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തി. വിഷ്ണുപുരം ചന്ദ്രശേഖർ തന്നെ നിരവധി തവണ കണ്ടെന്നാണ് സതീശൻ പ്രതികരിച്ചത്. തന്നെ കണ്ടു എന്ന കാര്യം വിഷ്ണുപുരം ചന്ദ്രശേഖർ നിഷേധിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ സതീശൻ കൂടിക്കാഴ്ച പിന്നെ എന്തിനായിരുന്നുവെന്ന് അദ്ദേഹം പറയട്ടെ എന്നും വ്യക്തമാക്കി. ഞങ്ങൾ തമ്മിൽ സലക്കച്ചുവടമോ അതിർത്തി തർക്കമോ ഇല്ലല്ലോ എന്നും പിന്നെ എന്തിനാണ് കണ്ടതെന്ന കാര്യം വിഷ്ണുപുരം വിവരിക്കട്ടെ എന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. UDF പ്രവേശനത്തിനായി ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വഴിയടക്കം വിഷ്ണുപുരം ബന്ധപ്പെട്ടു. കഴിഞ്ഞ ദിവസം 5:42-നും 7:41-നും ഫോണിൽ വിളിച്ചെന്നും ഘടകകക്ഷിയാക്കണമെന്നായിരുന്നു ഡിമാൻഡെന്നും സതീശൻ വെളിപ്പെടുത്തി. അസോസിയേറ്റ് മെമ്പറാക്കിയതാകാം താൽപര്യക്കുറവിന് കാരണമെന്നും അത് പറ്റില്ലെങ്കിൽ UDFുമായി വിഷ്ണുപുരം അദ്ദേഹത്തിന്റെ പാർട്ടിയും സഹകരിക്കേണ്ട എന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. അവർ സഹകരിക്കണമെന്ന ഒരു നിർബന്ധവും UDFനില്ല. രേഖാമൂലം കത്ത് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും തന്നിട്ടുണ്ട്. UDF പ്രവേശനത്തിനല്ലെങ്കിൽ പിന്നെ കണ്ടത് എന്തിനാണെന്ന് അദ്ദേഹം വ്യക്തമാക്കട്ടെ എന്നും സതീശൻ ആവശ്യപ്പെട്ടു. ഇന്നലെ രാവിലെയും വിളിച്ചിരുന്നു. ഇക്കാര്യത്തിൽ UDF ഒരു ധാരണയിലെത്തിയത് ഇന്നലെയാണ്. അസോസിയേറ്റ് മെമ്പറായി ഇരിക്കാൻ താല്പര്യമുണ്ടായിരിക്കില്ല. കുറെ കാലമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഞങ്ങളോട് അഭ്യർത്ഥിക്കാത്ത ആളെ പിടിച്ച് അസോസിയേറ്റ് മെമ്പറാക്കിയാൽ ഞങ്ങൾക്ക് എന്തോ വേറെ പണിയില്ലേ എന്നും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. നേരത്തെ കേരള കാമരാജ് കോൺഗ്രസ് പാർട്ടി UDFിലേക്ക് എത്തുമെന്നും അസോസിയേറ്റ് അംഗമാക്കാൻ ധാരണയായി എന്നുമുള്ള പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിലെ പ്രഖ്യാപനത്തെ തള്ളിയാണ് വിഷ്ണുപുരം പിന്നീട് വാർത്താ സമ്മേളനം നടത്തിയത്. UDF പ്രവേശന വാർത്തകൾ അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആർക്കും കത്ത് നൽകിയിട്ടില്ല. തന്റെ അപേക്ഷ പുറത്തുവിടാൻ UDF തയ്യാറാകണമെന്നും വിഷ്ണുപുരം ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ NDA വൈസ് ചെയർമാനാണെന്നും വിഷ്ണുപുരം പറഞ്ഞു. NDAയുമായി അതിർത്തിയുണ്ടെന്ന് വെളിപ്പെടുത്തിയ വിഷ്ണുപുരം NDAയുമായുള്ള അതിർത്തി പരിഹരിക്കാൻ തനിക്ക് പ്രാപ്തിയുണ്ടെന്നും കൂട്ടിച്ചേർത്തു. രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം മെച്ചപ്പെട്ട പരിഗണനയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതൃപ്തിയുണ്ടെന്ന് നേതാക്കളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ചാടിപ്പോവുകയാണെന്ന് കരുതരുത്. NDA സമീപനം തിരുത്തണമെന്നും അടുത്ത NDA യോഗത്തിൽ അഭിപ്രായം പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.